ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പൗരന്മാർ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമേ ശക്തവും സ്വാശ്രയവുമായ ഇന്ത്യ യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവയ്ക്കുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രയേൽ US സംയുക്ത സൈനിക നടപടിയിൽ ഇറാന് കനത്ത തിരിച്ചടിയുണ്ടായതായി ഇസ്രായേൽ. രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും ആവശ്യത്തിന് പാചകവാതകം സംഭരിച്ചിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. പൗരന്മാർ ആരോഗ്യവാന്മാർ ആയിരിക്കുമ്പോൾ മാത്രമേ ശക്തവും സ്വാശ്രയവുമായ ഇന്ത്യ യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച നന്ദകിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആരോഗ്യ മേഖലയിലെ രാമകൃഷ്ണ മിഷന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. संतोष का विषय है कि रामकृष्ण मिशन सेवाश्रम चैरिटेबल अस्पताल धन के अभाव के कारण किसी भी रोगी को उपचार से वंचित नहीं किया जाए के प्रेरणादायक सिद्धांतों पर कार्य कर रहा है. ये विचार सच्चे अर्थों में करुणामय चिकित्सा सेवा की भावना को व्यक्त करता है. വയോധികരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന വാത്സല്യ ഗ്രാം ക്ഷേമ സംഘടന ശ്രീമതി മുർമു ഇന്ന് സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ഉത്തർപ്രദേശിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മഹാരാഷ്ട്രയിലെത്തും. നാഗ്പൂരിലെ മഹർഷി വ്യാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 29ാമത് ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64ാമത് ജൈന ദീക്ഷാ ചടങ്ങിലും പങ്കെടുക്കാൻ അദ്ദേഹം മുംബൈയിലേക്ക് തിരിക്കും. ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവയ്ക്കുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. കരാർ സംബന്ധിച്ച ആശങ്കകൾ ഉന്നയിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ മനുഷ്യജീവന്റെ വില മനസ്സിലാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. പാകിസ്ഥാനെ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. India entered into the Indus Waters Treaty 65 years ago in good faith, in a spirit of goodwill and friendship. Pakistan violated this spirit by inflicting 3 wars and thousands of terror attacks on India. Tens of thousands of innocent Indians became victims to Pakistan-sponsored terror attacks. Our patience and magnanimity did not change Pakistan's ways. Eventually, we were compelled to announce that the treaty will be held in abeyance until Pakistan, the global epicenter of terror, credibly and irrevocably ends its support for all forms of terrorism. അനധികൃത ഓൺലൈൻ ഗെയിമിംഗ് തടയുന്നതിന്റെ ഭാഗമായി 300 നിയമവിരുദ്ധ ചൂതാട്ട വാതുവയ്പ് വെബ്സൈറ്റുകൾക്കും ആപ്പുകൾക്കും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. ഓൺലൈൻ കാസിനോകൾ, ബെറ്റിംഗ് വെബ്സൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതുവരെ 8400ഓളം വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. റംസാൻ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ പള്ളികളും വീടുകളും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24 സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിൽ നൽകുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ, പെയ്ഡ് വാർത്തകളുടെ നിരീക്ഷണം എന്നിവ സംസ്ഥാന തലത്തിൽ അഡീഷണൽ CEO അധ്യക്ഷനായ 4-അംഗ കമ്മിറ്റി നിർവഹിക്കും. പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ 3 ദിവസം മുമ്പും രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളും വ്യക്തികളും 7 ദിവസം മുമ്പും അപേക്ഷകൾ സമർപ്പിക്കണം. അംഗീകാരം ലഭിക്കാത്ത പരസ്യങ്ങൾ നൽകുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം.
voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർമാർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ ഈദുൽ ഫിത്തർ നൌറൂസ് ആഘോഷങ്ങൾക്കിടയിലും സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഊർജ്ജ മേഖലയിലെ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുള്ള വ്യാപകമായ ആക്രമണങ്ങൾ മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് TV സ്ഥിരീകരിച്ചു. UAEയിലും കുവൈറ്റിലും സൌദി അറേബ്യയിലും സംഘർഷം തുടരുകയാണ്. അതേസമയം ഇസ്രായേലിലെ ഹൈഫയിലുള്ള ഓയിൽ റിഫൈനറിക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കി. ഈ മാസം 18-ന് റിയാദിൽ ഒരു ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടതിൽ സൌദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബവുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇസ്രയേൽ US സംയുക്ത സൈനിക നടപടിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ഭൂഖണ്ഡാനന്തര മിസൈൽ നിർമ്മാണം എന്നിവയിൽ ഇറാന് കനത്ത തിരിച്ചടി ഉണ്ടായതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ വ്യോമ പ്രതിരോധം, നാവികശേഷി എന്നിവയിലും കാര്യമായ ആഘാതമുണ്ടായതായി അദ്ദേഹം അവകാശപ്പെട്ടു. എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആവശ്യത്തിന് പാചകവാതകം നിലവിൽ സംഭരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 11,300 ടൺ വാണിജ്യ പാചകവാതക ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രിതല വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ ഒഴിവാക്കുന്നതിനായി 4,500-ലേറെ പരിശോധനകൾ രാജ്യത്തുടനീളം നടന്നതായും അവർ അറിയിച്ചു. Regarding supplies of LPG and the production, there is an increase in the production, and this increase in the production is a combined effort, the refineries of public sector, private sector and JV. So all these refineries have contributed to the increase. We still require certain imports. Diversification, yes, all the efforts are on. We have already done in case of crude. രാജ്യത്ത് പ്രീമിയം പെട്രോൾ വിലയിൽ വർധന ഉണ്ടായതായി പറഞ്ഞ ജോയിന്റ് സെക്രട്ടറി സാധാരണ പെട്രോളിന്റെ വില കൂട്ടിയിട്ടില്ല എന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സമുദ്ര പര്യവേഷണ മേഖലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തുറമുഖ ജലപാത മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. അർമേനിയ അസർബൈജാൻ പാതയിലൂടെ 284 തീർത്ഥാടകർ അടക്കം 913 പൌരന്മാരെ സുരക്ഷിതരായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ കേരളം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി രാവിലെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുകൂടി. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടന്ന നമസ്കാരത്തിന് പ്രമുഖ പുരോഹിതർ നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ഈദ് ആശംസകൾ കൈമാറി സന്തോഷം പങ്കിട്ടു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന കാര്യം സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുകയെന്ന് പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷൻ. ഓഗസ്റ്റ് 15 മുതൽ 30 വരെ ബെൽജിയവും നെതർലൻഡ്സും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 16 ടീമുകളുടെ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഡിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 19-നാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരന്മാർ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമേ ശക്തവും സ്വാശ്രയവുമായ ഇന്ത്യ യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രയേൽ US സംയുക്ത സൈനിക നടപടിയിൽ ഇറാന് കനത്ത തിരിച്ചടിയുണ്ടായതായി ഇസ്രയേൽ.
രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും ആവശ്യത്തിന് പാചകവാതകം സംഭരിച്ചിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.